പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, ഓഫീസിൽ പോകുന്നവരുണ്ട്, ഓഫീസിൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട്, ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, ട്രാൻസ്ഫർ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരുണ്ട്, പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവരുണ്ട്. ഇവിടെ നിൽക്കണോ, പുറത്ത് പോകണോ, 5 കൊല്ലത്തേക്ക് ജോലി പുറത്ത് ചെയ്യണോ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ ഓർത്ത് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. തീരുമാനം എടുക്കാൻ പറ്റാത്തവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല തീരുമാനം ഇന്ന് കർത്താവ് തരും. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മ പരിശുദ്ധമേ, ദേവമാതാവേ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിനെ ആവശ്യിക്കട്ടെ. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിദ്യാഭ്യാസം, നിൻ്റെ ഉദ്യമങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയുമായി പിണങ്ങിയിരിക്കുന്നവർ, പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവർ, കർത്താവ് ആരിപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പോൾ നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുക്കിടം പോരാ കുടുംബത്തിൽ ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട്. പെങ്ങന്മാരെ കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ, അതുപോലെ തന്നെ കഴിച്ചുവിട്ട ഒരു ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അവിടുന്ന് വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെ എണ്ണിയാതൊരുങ്ങാത്ത സങ്കടങ്ങളുമായി ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ ദിവസം കണ്ണീരോടെ നിൽക്കുന്ന കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. പരസ്പരം പല വിഷയങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും
വസൂലാക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പോരുണ്ടാക്കുന്ന, പൗശന്യം ഉണ്ടാക്കുന്ന, മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അനുഭവവേദ്യമാകേണ്ട പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, ഇനി ലീവ് തുടങ്ങാൻ ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടേ ഒതുക്കുമെന്നറിയാൻ പല വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. പല പല വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പിള്ളേരുണ്ട്. പിള്ളേർക്കാണെങ്കിൽ അവിടെ കൗമാര പുസ്തകങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനുമില്ലാതെ അപ്പനെയും അമ്മനെയും അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട്. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒറ്റ ആശീർവാദത്തെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തി, ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്നവരുണ്ട് ഈശോയെ. ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഈശോയെ. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണ കാണിക്കാമായിരുന്നു. കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ, ഓക്സിജൻ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു. മനഃപൂർവ്വം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടുകൂടി കർത്താവെ മർക്കട മുറ്റോട് നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവരെ നീ പ്രത്യേകം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദീർഘമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആശീർവദിക്കപ്പെട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്നു, ഒരു സംസാരം ആവശ്യപ്പെടുന്നു, ഒരു ആലോചന ആവശ്യപ്പെടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഹൃദയത്തിനൊക്കെ ബ്ലോക്കേഡ് വന്നാൽ ഒരു ബലൂൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇങ്ങനെ ഹൃദയത്തിൻ്റെ ധമനികളിങ്ങനെ ചുങ്ങിപ്പോയാൽ അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തും. ബ്ലോക്കുകൾ എടുത്തു കളയുന്ന ഹൃദയ ധമനികളുടെ ആട്ടലിലൂടെയൊക്കെ കുഴൽ കടത്തിക്കൊണ്ടത് എടുത്തു കളയുന്ന സിസ്റ്റമുണ്ട്, ക്ലീൻ ചെയ്യണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണമേ, ഈ നോൻപ് കാലം ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ്. ആത്മാവിൻ്റെ കൊളസ്ട്രോൾ ആണല്ല, അഹങ്കാരം ഉണ്ടാകും നമുക്ക്, അല്ലേ? അഹങ്കാരം, തന്നിഷ്ടം, തോന്നിവാസം, താൻ തോന്നിത്തരം, അതൊക്കെ വരുമ്പോൾ ദൈവഹിതത്തിനെതിരെ വരത്തില്ലേ? ഈ അഹങ്കാരികൾ എന്തുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും ടോർപ്പഡോ ചെയ്യണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, അഹങ്കാരികൾ എന്ന് പറയുമ്പോൾ അഹം ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? കാര്യമാണ് ഇംഗ്ലീഷ് വാക്കാണെങ്കിലുമേ, ഇപ്പം മുട്ടക്കാരൻ എന്നൊക്കെ പറയത്തില്ല, മുട്ട ചുവന്ന് നടന്ന് വിൽക്കുന്ന ആൾക്കാർ, പാട്ടുകാരൻ ഒക്കെ അത് വഹിക്കുന്ന ആൾക്കാരാണ്. അഹത്തെ വഹിക്കുന്നു, അഹങ്കാരം ഇങ്ങനെ വലുതാക്കിയിട്ട് അത് വഹിച്ചു നടക്കും. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരിക്കും അവർ, എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലാണെങ്കിലും ഭയങ്കര ചിട്ടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ തുള്ളിപോലും ആത്മാവിൽ കൃപയുണ്ടാകത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. അപ്പം അവരെ കൊണ്ട് ബൈബിൾ എപ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അവരെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നിയമാവർത്തനം 8:3 നമ്മളെപ്പോഴും വായിക്കത്തില്ല. അതൊരു അഹങ്കാരത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ് ശരിക്കും പറഞ്ഞാൽ, ആത്മാവിൻ്റെ ആൻജിയോപ്ലാസ്റ്റി. വായിച്ചേ, നിയമാവർത്തനം 8:2 വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അതായത് ദൈവം തന്നെ മരുഭൂമിയിലൂടെ നമ്മളെ നയിക്കും. മരുഭൂമി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കായിട്ട് വെള്ളം കിട്ടത്തില്ല, പിന്നെന്താണ്? വെള്ളവുമില്ല, പിന്നെന്താണ്? മരങ്ങളുമില്ല, തണലുമില്ല. അപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചില സമയത്ത് സഹായം നിർത്തും. ഇപ്പം കയർ കമ്പനിയാണ്, കശുവണ്ടി കമ്പനിയാണ്, അല്ലെങ്കിൽ റബ്ബറാണ്, ഏലമാണ്. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്കാർ പെട്ടെന്ന് നിർത്തും. തണൽ പോയില്ലേ, നമ്മൾ മരുഭൂമിയിലായില്ലേ? ഇപ്പം കടപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചാള കിട്ടണത്, അതിൻ്റെ രുചിയുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ
30,000 കണ്ടിയെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വല ഇറങ്ങിയിട്ടുണ്ട്. ഗുജറാത്തുകാർ വന്നിട്ട് രാത്രി വന്നിട്ട് ഉള്ള ആയുധം മുഴുവൻ കടലിൽ നിന്ന് പിടിച്ചിട്ട് പോവുക. അതിനെതിരെയൊക്കെ നമ്മളിപ്പോൾ സമരത്തിന് പോകാനുണ്ട്. അതുകൊണ്ട് എന്താ പറ്റിയത്? അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമായി. അവിടെ അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ മേഖലയിലും മരുഭൂമികൾ വരുന്നു, തണൽ പോകുന്നു. നമുക്ക് ആ കമ്പനി, നമ്മുടെ ഏലമാണ്, നമ്മുടെ റബ്ബറൊക്കെ എടുത്തിരുന്ന കമ്പനി ഇപ്പോൾ എടുക്കണില്ല, തണൽ പോയി. കശുവണ്ടി എടുത്തിരുന്നവർ ഇപ്പോൾ വേണ്ടെന്ന് പറയണം, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയണം. കയറെടുത്തിരുന്നവർ സീസൺ കഴിഞ്ഞെന്ന് പറയുന്നത്, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയുമ്പോൾ തണൽ പോകുന്നു. അപ്പോൾ തണൽ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർ ഉടനെ നമ്മളെന്ത് ചെയ്യും? നമ്മൾ തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കടയും വിലയും മേടിച്ചുകൊണ്ട് പണിക്കാരെ ഞങ്ങൾ പണി നിന്ന് പോയിട്ടെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ സാധനം ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓർഡർ കിട്ടിക്കാണോ. ഒരു ഓർഡറും ഇല്ല. ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധനം ഉണ്ടാക്കി കടം മേടിച്ച് വീണ്ടും നമ്മൾ ഉൽപ്പാദനം നിർത്തും. അതായത് ഈ മരുഭൂമിക്കാലത്ത് മണ്ടത്തരം കാണിക്കരുത്. അത് എളിമപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണ്. ദൈവത്തിന് ശരണപ്പെടാനുള്ള സമയമാണത്. അപ്പോൾ അത് വിനയപ്പെടാൻ പറഞ്ഞാൽ അത് നിങ്ങളെ വിനയപ്പെടുത്താനാണെന്നാണ് പറയണത്. വിനയപ്പെടുത്താനും അപ്പം കൊണ്ട് മാത്രമല്ല, കശുവണ്ടിയും കൊണ്ടും കയറും കൊണ്ടും ഏലം കൊണ്ടും കുരുമുളക് കൊണ്ടും റബ്ബർ കൊണ്ടും മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുപോകണം. അപ്പോൾ നീ ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താ? അപ്പം ഉണ്ടായാലും കശുവണ്ടി ഉണ്ടായാലും കയറുണ്ടായാലും കുരുമുളക് ഉണ്ടായാലും നമ്മൾ കുറച്ച് പൈസ കിട്ടും, നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ മരിക്കും, തീർന്നു. നിത്യത വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മരുഭൂമി നമുക്ക് നേരത്തെ തരുന്നത്. അല്ലെങ്കിൽ നിത്യത മരുഭൂമിയായി പോകും. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് എളിമയോട് അക്സെപ്റ്റ് ചെയ്തിട്ട് കർത്താവ് ശരിയാക്കും. കർത്താവ് ഒരിക്കലും അവനെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നല്ലേ പറയണത്. 7:37 എടുത്തേ, മർക്കോസ് 7:37. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു. അവൻ എല്ലാ കാര്യങ്ങളും, അവൻ യേശു എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. എന്താണ്? ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു മോശത്തരം നമ്മുടെ ജീവിതം സംഭവിച്ചാലും നിങ്ങൾ ഓർക്കണം, കർത്താവ് ശരണപ്പെട്ട് എളിമപ്പെട്ട് ആത്മാവിനെ കൊളസ്ട്രോളൊക്കെ മാറ്റി അഹങ്കാരമൊക്കെ മാറ്റി വിനയപ്പെട്ട് നല്ല കൃപയുടെ രക്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് വിശുദ്ധ ഇടപെടും. അങ്ങനെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്തലോർഡ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് കൃപാസനത്തിൻ്റെ 2 കിരൂബുകളുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം വന്നതുപോലെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്ത. അച്ഛനെ ഉപകരണമാക്കി കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നു. നിൻ്റെ ജീവിത വിഷയങ്ങളിലെ കർത്താവിൻ്റെ തീരുമാനം അറിയിക്കുന്നു. നിൻ്റെ ജീവിത തീരുമാനങ്ങളിലെ ഈ ഒരു ശുശ്രൂഷയിൽ നിന്നോട് കർത്താവിന് എന്തോ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില സാക്ഷ്യങ്ങൾ, അതായത് രസകരമായ കുറേ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞായിരുന്നു. പലതും മരിയ റെജി വൈറ്റില ഈ ആഴ്ചയിൽ വന്നൊരു നല്ല സാക്ഷ്യമാണ്. മരിയ റെജിയുടെ ജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൈറ്റിലക്കാരാണ്. അവർ 11 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. നമുക്കറിയാമല്ലോ, ഇതിന് മക്കളില്ലാത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ ഈ അമ്മമാർ മൊണോട്ടണസ് ആവും. പിന്നെ ഒരു കാര്യങ്ങൾക്കും അവർക്ക് പോകാനോ വരാനോ ഉള്ള മനസ്സുണ്ടാകത്തില്ല. മനസ്സ് ഇടിഞ്ഞു പോകും. ചതഞ്ഞ ഞാങ്കണ പോലെയാവും അവരുടെ മനസ്സ്. ചില ആൾക്കാർ അത് ഒടിച്ച് കളയും, ചിലർ ഒടിക്കരുത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് കാലദൈർഘ്യം കൊണ്ട് ഞാങ്കണകൾ, വിശ്വാസത്തിന് ഞാങ്കണകൾ ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ടെസ്റ്റിംഗ് പീരീഡാണ് ശരിക്കും. അപ്പോൾ ഈ അമ്മമാർക്കുണ്ടാകുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ അമ്മമാർ തന്നെയല്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ തന്നെയല്ല, പല വിഷയങ്ങളിലും, അതായത് വിവാഹം താമസിക്കാം, ജോലി താമസിക്കാം. ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു ഞാങ്കണയാണെങ്കിൽ അത് ചതഞ്ഞിരിക്കും. ചില ആൾക്കാർ പിന്നീട് വിവാഹം ഒത്തുവരാത്തതുകൊണ്ട് പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. എന്താ കാര്യം? നാട്ടുകാർ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അത് കുഞ്ഞുങ്ങളില്ലാത്തവരോടും ചോദിക്കും ആൾക്കാർ. അപ്പോഴേ അവരാണ് നമ്മുടെ ഞാങ്കണ ഒടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. കാര്യം ഇങ്ങനെ നാട്ടുകാരുടെ വായടക്കാൻ വേണ്ടി, അയ്യോ ഇനി വീട്ടിൽ ഒരു മനുഷ്യന് പുറത്തിറങ്ങിയ ഇതേ ചോദ്യമേ ഉള്ളൂ, ഞാൻ മടുത്ത് എന്ന് പറയും. പലപാടും ചത്താ മതിയായിരുന്ന. ഇതാണ് ചതഞ്ഞ ഞാങ്കണ ഒടിക്കണം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് ഈശോക്ക് അറിയാമായിരുന്നു പണ്ടേ. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ജോലി കിട്ടാതെ വരുമ്പോൾ, കുറേ നാളുടെ ജോലി കിട്ടാതെ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് ഞാങ്കണ ചതഞ്ഞു വരും.
അപ്പോഴാണ് ഒരു നമ്മളെക്കാൾ റാങ്ക് കുറഞ്ഞ ആൾക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട് അവിടെ ശമ്പളം വീട്ടിലെത്തുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ കൂടി പത്രാസടം നടക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീയും അവനും നോക്ക്, വെറുതെ നടന്നിട്ട് വല്ല കാര്യമുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇതാണ് അമ്മ വന്ന് നമ്മുടെ ഞാങ്കണ അങ്ങോട്ട് കുടിച്ചു കളയും. വീട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ അന്നേരം ഈ ഞാങ്കണ കുടിക്കാൻ വേണ്ടി പിശാചി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നിന്നെ അധൈര്യപ്പെടുത്തണ ആര് സംസാരിച്ചാലും നീ ശ്രദ്ധിക്കരുത്. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം. ഞാൻ ഈ സമയത്ത് ഓർക്കിയിരുന്ന ഈ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ. ചില ആൾക്കാരുടെ വീട്ടിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധുക്കളാണ്. ഇപ്പം അമ്മയ്ക്കും ആ ഒരു അബദ്ധം പറ്റിയതാണ്. അമ്മ ഈശോനെ കാണാതെ വന്നപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച്. ബൈബിൾ അങ്ങനെ ഉണ്ടൊരു വശം ഇല്ലേ? ബൈബിളിൽ ഈശോ അമ്മയെ കാണാതെ വന്നപ്പോൾ അമ്മ ബന്ധുക്കളുടെ ഇടയിൽ അന്വേഷിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ സ്തുതിക്കട്ടെ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 പരമരിയോത്തുകൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ കർത്താവേ ആരാധിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഇന്നുമെന്നും കൂടെ സുവിശേഷം 2:44. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഇതാണ് ബന്ധുക്കളുടെ ഇടയിൽ തിരക്കും. അതായത് ഇപ്പോഴും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഇപ്പം അമ്മയ്ക്ക് ഉത്കണ്ഠ വന്നപ്പോഴല്ല, എൻ്റെ മകനെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിച്ചെന്ന് വന്നില്ലേ? ആ ഉത്കണ്ഠയോടുകൂടി ആദ്യം അന്വേഷിച്ചത് ബന്ധുക്കളുടെ ഇടയിൽ കാണാതെ വന്നതിന് ശേഷമാണ്. എന്ത് ഞാനിങ്ങനെ പറയണ കാര്യം വെച്ചാൽ, ചിലപ്പോൾ ഈ നമ്മൾ വിശുദ്ധ ഞാൻ ഈ കുറേ ദിവസങ്ങളായിട്ട് ചതഞ്ഞ ഞാങ്കണയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനത് പറയണത്. കാരണം ആകസ്മികമായിട്ട് ഞാൻ ചിന്തിച്ചെടുത്തൊന്നുമല്ല. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങളിൽ കോവിഡെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതമൊക്കെ നാട്ടുകാരെ ഒന്ന് ചതച്ച്, കോവിഡും ഒമിക്രോണും വന്ന് നമ്മുടെ വിശ്വാസം അതിന് ഞാങ്കണ ചതച്ചിട്ടുണ്ട് അല്ലേ? കോവിഡും ഒമിക്രോണും കൂടി വന്നിട്ട് നമ്മുടെ വിശ്വാസമാകുന്ന ഞാങ്കണ ചതച്ചിട്ടുണ്ട്. ഈ ചതഞ്ഞ ഞാങ്കണയാണ് വീട്ടുകാരും നാട്ടുകാരും കൂടി ഒടിച്ചിരിക്കുന്നത്. അതിനെ അഥവാ നിന്നെക്കൊണ്ട് അവർ നിൻ്റെ വിശ്വാസം ഒടിപ്പിച്ചു. എന്ത് പ്രയോജനം? ഇത്രയും കാത്തിരുന്നിട്ട് എന്ത് പ്രയോജനം? ഞാൻ എന്താ ബന്ധുക്കൾ ഓടിയാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ, ഈ ബന്ധുക്കൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ ബന്ധുക്കൾ അവരെന്താ ചെയ്യണത്? കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നത് ഈ മാതാവ് അന്വേഷിച്ച ബന്ധുക്കളാണ്. ഇതാണ് പ്രശ്നം. ഒരു പോസിറ്റീവായിട്ട് ഒരു പരിപാടിക്കില്ല അവർ. നിൻ്റെ ആൻറ്റിമാർ, പല ആൾക്കാരും ഡൈവേഴ്സ് നടത്തിയിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. ഉറപ്പില്ലേ? അതായത് പല ആൾക്കാർക്കും ലൈൻ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. നമ്മൾ ഓരോരുത്തരുടെ പ്രണയക്കുരുക്കിൽ ചെന്ന് ചാടിച്ചിരിക്കുന്ന അമ്മയുടെ അനിയത്തിയുടെ മക്കൾ, കസിൻസ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരാണ്. ഈ ആൾക്കാർക്ക് വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ആർക്കും വേണ്ടി റെഫറൻസ് പേഴ്സണെ വെക്കരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസ ജീവിതത്തിലെ പലപ്പോഴും എൻ്റെ ദുഃഖാനുഭവങ്ങൾ കാരണം വിശ്വാസം ചതഞ്ഞ് ഞാങ്കണ പോലെ വരുമ്പോഴേ ഐശയ്യാ 42:3 അനുസരിച്ചുകൊണ്ട് അത് ഒടിക്കാതിരിക്കുവാൻ കർത്താവേ എനിക്ക് പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും നൽകണം. ഇതുപോലെ തന്നെ, അതായത് ഈ
ഞാങ്കണ ചതയണ എപ്പോഴാണ്, അത് ഒടിയണത് എപ്പോഴാണെന്ന് നമുക്കൊരു ധാരണയുണ്ടാകണം. കാരണം കാലാവസ്ഥ ഭേദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഞാങ്കണ ചതഞ്ഞു പോണത്. പിന്നെ നാട്ടുകാരത് നമുക്ക് നെഗറ്റീവ് സംസാരിച്ച് ഒടിച്ച് കളയും. അപ്പം നീ അത് വളരെ ശ്രദ്ധയോടെ, കാര്യം നിൻ്റെ വിശ്വാസം ഇതിനെ എല്ലാത്തിനെയും അതിജീവിച്ച വിശ്വാസമായിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ സിറ്റുവേഷനും സാഹചര്യങ്ങളും മനസ്സിലാക്കി ഞാനും എൻ്റെ ദൈവവും എന്ന വിചാരത്തിലെ എൻ്റെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ക്ഷയത്തിനും കർത്താവേ ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള രഹസ്യം മനസ്സിലാക്കി കർത്താവേ പ്രതികൂല സാഹചര്യങ്ങളിൽ ജാഗ്രതയോട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ആരാധന. ദൈവമേ, ദൈവാത്മാവ് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ, ഭൗതികമായ ഇല്ലായ്മകൾ വരും. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ഇല്ലായ്മകൾ വരും. അതുപോലെ തന്നെ ആത്മീയമായ ഇല്ലായ്മകളും വരും. ഭൗതികമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങണത് നമുക്കറിയാവില്ല. എന്തിലാണ് തുടങ്ങണത്? കനായിലെ വിവാഹ വിരുന്നിലാണ് അത്ഭുതങ്ങൾ തുടങ്ങണത്. എങ്ങനെയാണ് തുടങ്ങണത്? ഭൗതികമായ ഒരു വിഭവം ഇല്ലായ്മ വന്നു, അല്ലേ? അത് യോഹന്നാൻ്റെ സുവിശേഷം എപ്പോഴും വായിക്കുന്നതാണ്. 2:3 വീണ്ടും വായിക്കാം. ശ്രുതികട ഹല്ലേലൂയ. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. അതായത് നമ്മൾ അടുത്ത വചനം വരണത് ഇപ്പം ഭൗതികമായ സാഹചര്യങ്ങൾ ഇല്ലാത്ത കുറേ സാഹചര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇല്ലായ്മ യോഹന്നാൻ്റെ ഒരു പ്രധാന പ്രമേയമാണ് ഇല്ലായ്മ. അവസാനം യോഹന്നാൻ്റെ സുവിശേഷം അവസാനത്തെ അത്ഭുതം, അതായത് അത്ഭുതങ്ങൾ അതോടുകൂടി തീരുകയാണ്. അതോടുകൂടിയാണ് ലാസറിൻ്റെ ഉത്ഥാനത്തോടുകൂടിയാണ് അത്ഭുതങ്ങൾ തീരണത്. പിന്നെ ചെവി ഒട്ടിച്ച് വെക്കുന്നതൊക്കെ ഒറ്റപ്പെട്ട അവസാനത്തെ അത്ഭുതമാണ്. പക്ഷെ അതൊരു അത്ഭുതമായിട്ടൊരിക്കലും നമ്മളെ സുവിശേഷകന്മാർ അങ്ങനെ ആ രീതിയിൽ അതിനെ ഫർണിഷ് ചെയ്യുന്നില്ല. അത് ഒരു ക്ഷമയുടെ പാഠം, ശത്രുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പാഠം കാണിക്കാനാണ്, അല്ലാതെ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി ഉദ്ദേശിച്ചിട്ടല്ല. അത്ഭുതങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? മാനിഫെസ്റ്റേഷനാണ്. എപ്പിഫനി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിലുള്ള ദൈവത്വത്തെ പ്രകടിപ്പിക്കുന്നല്ലേ. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ വളർത്താൻ വേണ്ടി ഇങ്ങനെ എപ്പിഫനികൾ, പ്രത്യക്ഷീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ എപ്പിഫനി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഉദ്ദേശം എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷീകരണമാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിവാകലാണ് എന്ന് മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11 അത്ഭുതങ്ങൾ തീരുകയാണ്. പിന്നെ ഇല്ല. പിന്നെ ഉള്ളതെല്ലാം പീഡാനുഭവത്തെക്കുറിച്ച് അങ്ങോട്ട് പോവുകയാണ്. 12 ഗ്രീക്കുകാർ വരുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ മഹത്വ വീഴാൻ പ്രവർത്തിക്കുന്ന കാര്യം പറയുന്നു. ഗോതമ്പ് മണി നിരത്തി വീണ് അഴിയാൻ പോണ കാര്യം പറഞ്ഞു. പാഷനായി 13 എന്താണ്? പിന്നെ കാല് കഴുകണതും, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പിതാവിൻ്റെ ചാപ്റ്റർ, പിന്നെ ഈശോയുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഐക്യമാണ്. യോഹന്നാൻ വളരെ കാലം ഉപവസിച്ചും പ്രാർത്ഥിച്ചും തൻ്റെ പത്മോസ് ദ്വീപിലെ തൻ്റെ ചങ്ങലകൾ കിലുക്കി രാത്രികാലങ്ങളിരുന്ന് പാടിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ഓരോ വരി നമ്മൾ വായിക്കുമ്പോഴും നമ്മളിങ്ങനെ
ഇങ്ങനെ ഹൃദയം പൂരണിച്ച് പോകും. അത്രയ്ക്കും ദൈവം കൈ പിടിച്ചെഴുതിയ ഒരു സുവിശേഷമാണ്. എൻ്റെ ഒരു ഭാഗങ്ങൾ വായിക്കാം. എൻ്റെ ബിംബങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്ത് മനോഹരമാണ്. പഴയ നിയമത്തിലൊക്കെ അമ്മയും കുഞ്ഞുമാണ്. ഇപ്പോൾ 49:15 ഐശയ്യാ വചനങ്ങളിൽ 49:15 എന്താ പറയണത്? അതേ, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോഴേ ഐ ഹാവ് കാർവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ കൊത്തി വെച്ചിരിക്കുന്ന ആ പിതാവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ബിംബകൽപ്പനയാണ് പിന്നീട് മുന്തിരിച്ചെടി ശാഖയെന്ന് പറയുമ്പോൾ ഈശോ എടുക്കുന്നത്. മറ്റതൊരു സ്റ്റാച്ചു പോലെ ഇങ്ങനെ കുത്തി കാണാനും സ്നേഹിക്കാനും ഓർക്കാനുമാണ്. പക്ഷേ അങ്ങനെയല്ല ഇത്. മുന്തിരിച്ചെടി ശാഖ എന്ന് പറയുമ്പോൾ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് ഈശോ പറഞ്ഞു. അതിനേക്കാൾ വലുത് ഈശോ എന്ത് പറയാനാ? എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ഫലം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അപ്രതിരോധ്യമായിട്ടുള്ള അനിഷേധ്യമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ 15-ാം അധ്യായത്തിൽ. ശ്രുതികടെ ഹല്ലേലൂയ. അഭിഷേക യോഹന്നാൻ്റെ ഈ സുവിശേഷത്തിൽ അവസാനം വരുമ്പോഴേ ആദ്യം വീഞ്ഞില്ല, ഭൗതിക വിഭവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സുവിശേഷം അവസാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വീഞ്ഞും അതുപോലെ തന്നെ ഉള്ള ആരുമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. മനുഷ്യന്മാരില്ല ഇല്ല എന്ന് പറയുന്ന സുവിശേഷമാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 5:7 വചനം. ഇതൊക്കെ ഇപ്പം ഈശോ തന്നുകൊണ്ടിരിക്കണതാണ് കേട്ടോ. പണ്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇപ്പം ഈശോ ഓരോ വചനങ്ങൾ തരികയാണ്. അവൻ പറഞ്ഞു കർത്താവേ നിങ്ങൾ ഏറ്റു പറഞ്ഞേ. അവൻ പറഞ്ഞു കർത്താവേ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഇതാണ് അവസ്ഥ. എന്നൊക്കെ ആദ്യം വീഞ്ഞില്ലെന്ന് പറഞ്ഞു, വിഭവങ്ങളില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴെന്താ പറയണത്? ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും സഹോദരങ്ങളും ആരും ഇല്ലെന്ന് പറയും. മനുഷ്യന്മാരില്ല. ഇല്ലായ്മയെ എങ്ങനെ സുന്ദരമായ രീതി യോഹന്നാൻ ഈ ക്രിസ്തുവിനെ സ്പേസ് ചെയ്തുകൊണ്ട്, അതായത് നിനക്ക് എന്തെങ്കിലും, അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലായ്മ വന്നാൽ ആ സ്പേസ്, ആ ബ്ലാങ്ക് ക്രിസ്തുവിനുള്ളതാണെന്നാണ് യോഹന്നാൻ പറയണത്. വേറെ ഒന്നുകൊണ്ടും നിറക്കാനുള്ളതല്ല, മനസ്സമാധാനമില്ല. ആ ഇല്ലായ്മ ക്രിസ്തുവിനുള്ളതാണ്. അവൻ 38 വർഷമായി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് പറയണത്. അല്ലാതെ ഇയാൾ വേറെ ആരും ചെന്ന് പറഞ്ഞതൊന്നുമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈശോ എല്ലാ കാര്യങ്ങളും കാണുന്നു. ഇപ്പം നിനക്ക് ജോലിയില്ല, ഈശോക്ക് അറിയാം. പക്ഷെ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയുടെ ഒരു മനസ്സുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം? ഈ മനുഷ്യൻ 38 വർഷമായി, ആ ഭാഗം എന്ന് വെച്ചാൽ 38 വർഷമായി. യോഹന്നാൻ 5:5 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അതാണ് പ്രശ്നം. ആരാണ് കണ്ടത്? ഈശോ. 10,000 മനുഷ്യർ അവിടെ കൂടി പോകുന്നുണ്ട്. പ്രയോജനമില്ലാത്ത മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തൊരു മനുഷ്യന് മാത്രമേ, അതായത് ഇവനെ സുഖപ്പെടുത്തിയത് കൊണ്ട് കർത്താവിന് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണ്ട, നാട്ടുകാരുടെ ആരുടെയും ഒരു സപ്പോർട്ട് ആവശ്യമില്ല. എപ്പോഴും നമ്മൾ സുവിശേഷകൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പത്രോസ് അപ്പോസ്തലൻ പൗലോസ് പണ്ട് പറയുമായിരുന്നേ, ഈ നടപടി പുസ്തകത്തിൻ്റെ 18:10, അതായത് ഈ നഗരത്തിൽ
വായിച്ചോളൂ. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. വളരെയേറെ ആളുകളുണ്ട്. അതായത് ചില സമയത്ത് നമ്മുടെ കൂടെ ഒത്തിരി ഈശോ തന്നെ പറയണത് എന്താ പറയണത്, അതായത് നിന്നോട് കൂടി ഞാനുണ്ട്, അതൊരു ഭാഗമാണ്. നിന്നോട് കൂടി ഞാനുണ്ട്. പിന്നെ എന്താണ്, ഈ നഗരത്തിൽ എനിക്ക് ഒത്തിരിയേറെ ആൾക്കാരുണ്ടെന്നാണ് പറയണത്. പക്ഷേ അതൊരു അനുഭവമാണ്. ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഈ ഗമാലിയലിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഗമാലിയലാണ് വന്നിട്ട് ഇടക്ക് ഈ വിഷയത്തിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അതാണ് എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ പ്രശ്നത്തിൽ നമ്മുടെ ജീവിത അനുഭവത്തിൽ ഇതുപോലെ ഈശോ കൂടെ ഉണ്ടാകും, ബന്ധുക്കളും സ്വന്തപ്പെട്ട സഹോദരങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും, പക്ഷേ നമ്മൾ ഈ പൗലോസപ്പോസ്തലൻ തന്നെ വേറെ ഒരു സ്ഥലത്ത് 2 തിമോത്തി 4:16-17 വായിച്ചാൽ രസകരമായ കാഴ്ചയാണ്. 2 തിമോത്തി 4:16-17. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എന്റെ ഭാഗത്തല്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ നോക്കിയേ, ഈ 2 വിഷയങ്ങളിലെ 2 സ്ഥലങ്ങളിലെ എന്താണ്, ഒരു സ്ഥലത്ത് ജനങ്ങൾ കൂടെയുണ്ട്, ഈ നഗരത്തിൽ എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറയും. പക്ഷെ അവിടെ എന്താ പറഞ്ഞത്, ആദ്യം എന്താ പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ധൈര്യമായിരിക്കുക. പക്ഷേ ഈ 2 സ്ഥലത്തും ഉള്ളത് ആരാണ്? ഒരു സ്ഥലത്ത് മാത്രം ജനങ്ങളുള്ളൂ കൂടെ, അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ ജനങ്ങളില്ല. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞെന്നാണ് പൗലോസ് പറയണത്. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. പക്ഷേ ആരാണ്? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ 2 സ്ഥലത്തും ഉള്ളത് ആരാ? കർത്താവാണ്. 2 സ്ഥലത്തും ഉള്ളത് ആരാ? കർത്താവാണ്. അപ്പോൾ 2 സ്ഥലത്തും ഉള്ള ആളെയാണ് നമ്മൾ നമ്പി നിൽക്കേണ്ടത് എപ്പോഴും. ചില ആൾക്കാർ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മക്കൾ, ചില അമ്മമാരല്ലേ പള്ളിപ്പോലും പോകത്തില്ല. എന്താ മക്കൾ, ഒരു അമ്മനെ എനിക്കറിയാം. അവർ എപ്പോൾ നോക്കിയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അവർ ചാടി വീട്ടിൽ പോകും. എന്താ പറഞ്ഞാൽ അത് അവർ കുമ്പസാരിക്കുകയല്ല, കുർബാന സ്വീകരിക്കണമല്ല പ്രശ്നം. കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിന്നാൽ അത്രയും സമയം പോകത്തില്ലേ? അവരുടെ ഉദ്ദേശം, അവർക്കൊരു കൊച്ചു ജനിച്ചിട്ടുണ്ട്, 3ാമത്തെ കുഞ്ഞ്, 2 പെൺകുഞ്ഞ് പിന്നെ ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ദൈവം അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് പിന്നീട് അവർക്ക് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ 2 പെൺകുഞ്ഞുങ്ങളെയും കെട്ടിച്ച് വരണ്ടേ? പക്ഷേ എൻ്റെ കൂടെ ജീവിക്കണേ ആൺകുഞ്ഞല്ലേ ജീവിക്കത്തുള്ളൂ. അത് കാരണം ഈ അമ്മ എന്താ വിചാരിക്കണത്, ഈ വീട്ടിൽ ഇവർ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആളെ നടത്തിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞ് ഉണർന്ന് വരുന്ന സമയത്ത് എങ്ങാനും പാലെടുത്ത് അവൾ കൊച്ചിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിവിടുന്ന് ഓടുന്നത്. കുർബാനയെ സ്വീകരിക്കാതെ ഇരിക്കുന്ന കൊച്ചിന് പാല്, അതായത് മറ്റ് ആഹാരങ്ങളൊന്നും കൊടുക്കുകയില്ല. കൊച്ചിൻ്റെ ശരീരം ഈ പൊന്നരച്ച് നമ്മൾ പൊന്നരച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ പാല് കൊടുത്ത് വേറെ ആഹാരങ്ങൾ കൊടുത്താൽ കളർ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കത്തില്ല. കൊച്ചിന് ഒരുവിധം കളറുള്ള കൊച്ചാണ്. പക്ഷേ പാല് മാത്രം കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കളർ പോകാതിരിക്കാനാണ് നോക്കണത്. പക്ഷേ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ 7 വയസ്സായപ്പോൾ കൊച്ചു മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? കരളിൽ നെയ്മുറ്റി മരിച്ചു. കൊച്ചിന് കൊളസ്ട്രോള്. നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ദൈവത്തെ മറന്നാൽ അത് വിഗ്രഹാരാധനയാണ് സംഭവം. അതാണ് വിഗ്രഹാരാധന എന്ന് പറയണത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വിഗ്രഹാരാധന കുഞ്ഞിനെ മരിച്ചത്? ആ ചേച്ചി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ വിഗ്രഹാരാധന വന്നത്? അവർക്ക് വചനം അറിയത്തില്ല. വചനം അറിയാത്തൊരു കാലത്ത് അവരെ വചനം ആരും പഠിപ്പിച്ചിട്ടില്ല. അഥവാ വചനം പഠിപ്പിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചിട്ടില്ല. അത് വചനം പ്രസംഗിക്കേണ്ട സമയത്ത് അച്ഛന്മാർ രാഷ്ട്രീയ കാര്യം, തീരദേശത്തിന് സീവാളിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിരിക്കുന്നതാണ്. വചനത്തിൻ്റെ വേദികൾ വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരായിപ്പോയി. ഇന്ന് പകുതി മുക്കാലും ഇടവക ജനങ്ങൾ പരിഭ്രാന്തരാണ്. എന്താ കാര്യം? അവർക്കൊരു വിഷയം ഉണ്ടായാൽ എങ്ങനെ വചനാധിഷ്ഠിതമായിട്ട് ദൈവത്തിൻ്റെ മനസ്സാക്ഷിയിൽ അതിനെ സ്വാധീനിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ തന്നെ ചില അത്ഭുതപ്പെട്ടു പോകും. ചില മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ, സഭാസംബന്ധമായ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ സെക്രട്ടറി, അപ്പുറത്തെ പ്രസിഡൻറ്റ്, ഇപ്പുറത്തെ ഖജാൻജിനെ പിന്നെ കുറേ മനുഷ്യന്മാരിങ്ങനെ വലിയ ആൾക്കാരെ പോലെയൊക്കെ വന്നിരിക്കും. പക്ഷെ ഒന്നിനും ദൈവത്തിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ചോ സഭ എന്തിനു വേണ്ടിയാണെന്നോ അങ്ങനെയുള്ളൊരു ഐഡിയയും ഇല്ല.
മാനുഷ്യവും ഭൗതികവുമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം. മാനുഷികമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ആത്മാവിനെ പുറത്ത് നിർത്തിയിട്ട് മാനുഷികമായി. എന്താ അങ്ങനെ പറയണത് വെച്ചാൽ നമുക്കറിയാമല്ലോ, ആ മനുഷ്യന് 2 അവസരങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്തവസരങ്ങളാണ്? ഒന്ന്, നിങ്ങൾ സാത്താന് അവസരം കൊടുക്കരുത്. ഇപ്പം നമ്മുടെ എഫേസ്യൻസില്ലേ, എഫേസ്യ ലേഖനത്തിൽ 4:27 വായിച്ചുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സിനഡിലേക്ക് പോവുകയാണ്. സിനഡിലെ പിതാക്കന്മാരായാലും ഏത് കാലത്തുള്ള, ഇപ്പോൾ ആമസോൺ സിനഡ് കഴിഞ്ഞു, ഇപ്പോൾ വാറ്റിക്കാൻ സിനഡ് തുടങ്ങാൻ പോകുന്നു. നമ്മുടെ റോൾ എന്താണ്? നമ്മൾ സഭയ്ക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം. അല്ലെ വിഷയങ്ങളിങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് പ്രൊഫഷണലായിട്ട് വിഷയം അവതരിപ്പിക്കുന്നത് ഇന്നൊരു പഞ്ഞുമില്ല. പ്രൊഫഷണലിസം അല്ല പ്രശ്നം, പരിശുദ്ധാത്മാവാണ് പ്രശ്നം. സഭയിൽ പ്രൊഫഷണലിസം അല്ല. എല്ലാവരും ഇപ്പോൾ ഒരു ട്രെൻഡാണ് സഭയിലേക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ എല്ലാം ഓക്കെ ആകുന്നു. എല്ലാം പോക്കാകേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സിനഡുകൾ കഴിയുമ്പോൾ അടിയുണ്ടാകുന്നത്? സഭ ഇങ്ങനെ ഇപ്പോൾ അടിവെച്ച് വീരുകയില്ല. അങ്ങനെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിന് സാത്താന് അവിടെ ഒരു അവസരം ഉണ്ടാക്കിയിടും. എന്തെങ്കിലും വകുപ്പിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച, മാനുഷികമായിട്ട് ചിന്തിച്ച ഒരു അവസരം സാത്താന് കൊടുത്തേക്കും. അവനത് ശരിക്കും പണിയുകയും ചെയ്യും. ദാറ്റ്സ് ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ വേറൊരു വിഷയമുണ്ട്. 21:13 ലൂക്കാസ് വിശേഷം 21:13 എന്താ പറയണത്? വേറെ ഒരു അവസരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ലൂക്കാസ് വിശേഷം 21:13 വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇപ്പം നമ്മൾ സിസ്റ്റർ സ്റ്റെഫിയെ, അഫയ കേസിൽ സ്റ്റെഫിയെ ഞാൻ കണ്ടുള്ളൂ. സിസ്റ്റർ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴും സിസ്റ്റർ എന്താ ചെയ്യണത്? ആ കുരിശിലിങ്ങനെ മുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അഭിഷിക്തർക്കായാലും സമർപ്പിതർക്കായാലും ദൈവത്തിൻ്റെ ആൾക്കാർക്കായാലും മുത്താനൊരു ഇടമുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ മതി ലോകം. പങ്കപിതാവാണെങ്കിലും ആ കുരിശ് കഴുത്തിൽ നിന്ന് കളയാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു മുഖം, എല്ലാവരും ഇങ്ങനെ പ്രതികളെ നോക്കിക്കോ. എല്ലാ പ്രതികളും നോക്കുമ്പോൾ അവർ കറുത്ത മുണ്ടെടുത്ത് പോലീസിനെ കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ച് കളിച്ച് 2 കണ്ണും പൊത്തി നോ, വി വിൽ നോട്ട് ഡു ഇറ്റ്. എല്ലാവരുടെ മുമ്പിലും പുഞ്ചിരിയോടുകൂടി എന്താണ് സ്വർഗത്തിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഭൂമിയിൽ ഉണ്ടായാൽ മതി. അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. പിതാവ് ആ പ്രാർത്ഥന സിമ്പിളാണത്. സ്വർഗത്തിൻ്റെ ന്യായാസനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലും നടക്കണം, അത്രേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ വിഷയം ഉണ്ടാകുമ്പോൾ ഒരു അഭിഷിക്തൻ്റെ പ്രാർത്ഥനയിൽ രത്നച്ചുരുക്കമാണത്. അത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ വ്യത്യസ്തമായ കാലം ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ എന്താണ്? ഈ 21:13 ലൂക്കാസ് വിശേഷം 21:13 സാംക്രമിക രോഗം ഉണ്ടാകും, കോവിഡ് ഉണ്ടാകും, അതുപോലെ ഒമിക്രോൺ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഇത് എന്താണ്? ഇത് നിങ്ങൾക്ക് സാംക്രമിക രോഗം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് വിഷയം. ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ പേരൊന്നും ഓർക്കണില്ല, പക്ഷേ ആ പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ ആ ചേച്ചി പറഞ്ഞു വെച്ചാൽ, അവർക്ക് കോവിഡ് പിടിച്ചിട്ട് അവരുടെ കോവിഡ് നിറഞ്ഞ്, വൈറസ് ശ്വാസകോശം മുഴുവൻ നിറഞ്ഞ്, കോവിഡ് നിറഞ്ഞു കഴിഞ്ഞ് അവർ ശ്വാസം മുട്ടലായി, അവർക്ക് സഹിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടലേ. പക്ഷേ എന്താ ചെയ്യിക്കണത്? രാത്രി ആയപ്പോൾ മാതാവ് ഇവരെടുത്ത് വരും. മാതാവ് വന്നിട്ടൊരു പുതപ്പെടുത്തിട്ട് ഇവരങ്ങോട്ട് പുതക്കും. അയ്യോ, അത് അവർ എന്ത് വികാരോജ്വലമായിട്ടാണ് പറയണമെന്നറിയാവോ? രാവിലെ ആകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് അവരുടെ ശ്വാസകോശങ്ങളെല്ലാം ഫ്രീ ആകും. അപ്പോൾ ഇതാണ് സാക്ഷ്യമാണ്. സാംക്രമിക രോഗം നടന്നു, സാംക്രമിക രോഗം ഉണ്ടായി, പക്ഷേ അമ്മ ഒരിക്കലും ഈ വിഷയത്തിലെ പുറംതിരിഞ്ഞു നിന്നില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ആ വാക്ക്, ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്, പക്ഷേ ദൈവത്തിന് വാത് തുറന്നു കൊടുക്കുന്നവരുണ്ട്. എന്താണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്
ദൈവം സമീപസ്ഥനാണ്. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ